ഹായ് ഓൾ വെൽക്കം. സോ നമ്മുടെ 9th CBSE ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സെൽ ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ് എന്ന ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ് നമ്മുടെ ന്യൂക്ലിയസ് എന്നുള്ളത്. നമ്മൾ പല സെൽ ഓർഗനൽസിനെയും ഈ ചാപ്റ്ററിൽ കാണുന്നുണ്ട്. പക്ഷെ എന്നാലും ദ കൺട്രോൾ സെന്റർ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് മേജർ ആയിട്ടുള്ള ആളാണ് നമ്മുടെ ന്യൂക്ലിയസ് എന്നുള്ളത്. സോ നമ്മുടെ ന്യൂക്ലിയസിന്റെ സ്ട്രക്ചർ എന്താണ്, അവരെങ്ങനെയാണ് കാണാനുള്ളത്, അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് DNA ഉള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA ജീൻസ് ഒക്കെ എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്, ഇതൊക്കെ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ. ബിക്കോസ് എക്സാമിന് ഈ ഒരു പോർഷൻ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ന്യൂക്ലിയസിന്റെ സ്ട്രക്ചറും അതിനെ ലേബൽ ചെയ്യാനും ഓക്കെ പഠിക്കണം. ന്യൂക്ലിയസിന്റെ ഒരു സ്ട്രക്ചർ വരയ്ക്കാൻ പഠിക്കണം. ഓക്കെ, സോ ആസ് യു നോ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്താ, ദ കൺട്രോൾ സെന്റർ ഓഫ് എ സെല്ലാണ്. നമ്മുടെ സെല്ലിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ സെല്ലിന്റെ ഉള്ളിൽ മേജർലി നമ്മൾ നോക്കുകയാണെങ്കിലും ഒരു യുക്കാരിയോട്ടിക് സെല്ലിൽ നോക്കുകയാണെങ്കിൽ ന്യൂക്ലിയസ് എന്നൊരു സ്ട്രക്ചർ നമുക്ക് അവിടെ എവിഡന്റ് ആയിട്ട് കാണാൻ പറ്റും അല്ലേ. സോ ആ ന്യൂക്ലിയസിന്റെ സ്ട്രക്ചർ എന്താണ്, എത്ര മെംബ്രെയിൻസ് അവർക്കുണ്ട്, അതിൻ്റെ ഉള്ളിൽ ആരൊക്കെയുണ്ട് എന്നൊക്കെ നമുക്കൊന്ന് വരച്ചു നോക്കാം. ഓക്കെ, സോ എൻ്ററിങ് ഇൻ ടു ദിസ് ന്യൂക്ലിയസ് നോക്കുകയാണെങ്കിൽ ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ ഇതാ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇറ്റ് ഇസ് എ കൺട്രോൾ സെന്റർ ഓഫ് എ സെൽ എന്ന് നമുക്കറിയാം. ഓക്കെ, ആസ് പെർ നമ്മൾ ടെക്സ്റ്റ് ബുക്സിലൊക്കെ നമ്മളോട് എന്താ പറയുന്നത്, ഇറ്റ് ഇസ് എ മേജർ കൺട്രോളിംഗ് സെന്റർ ഓഫ് എ സെൽ എന്നാ പറയാം. സോ നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴും ഇങ്ങനത്തെ ഒരു ടേം നമ്മൾ ഓർത്ത് വെക്കണം. കൺട്രോൾ സെന്റർ ഓഫ് എ സെൽ എന്ന ടേം നമ്മൾ ഓർത്ത് വെക്കണം. ബിക്കോസ് നമുക്ക് മാച്ച് ദ ഫോളോയിങ്ങിൽ ന്യൂക്ലിയസിന് എപ്പോഴും പറയാം കൺട്രോൾ സെന്റർ ഓഫ് എ സെൽ എന്നാണ്. ഓക്കെ, സോ അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ എന്തുള്ളത്, ജനറ്റിക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടർ എക്സ്പ്രസിംഗ് ഒക്കെ നമുക്ക് ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ന്യൂക്ലിയസ് ഇസ് കോൾഡ് ആസ് ദ കൺട്രോൾ സെന്റർ ഓഫ് എ സെൽ എന്നാ പറയാ. അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA ഉള്ളത്. സോ DNA ആസ് യു നോ നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ആണ്, ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ജനറ്റിക് ഇൻഫർമേഷൻ മേജർലി സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് എങ്ങനെയാണ് ആ ന്യൂക്ലിയസിന്റെ സ്ട്രക്ചർ നോക്കിയാലോ. സോ ഇവിടെ നിങ്ങൾക്ക് ഞാനൊരു സെല്ല് തന്നിട്ടുണ്ട് വിച്ച് ഇസ് ആക്ച്വലി ആൻ ആനിമൽ സെൽ. ഈ ആനിമൽ സെല്ലിൻ്റെ ഉള്ളിലെ ന്യൂക്ലിയസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ സെല്ലിന്റെ സ്ട്രക്ചർ ഒക്കെ വരച്ചതുപോലെ തന്നെ നമുക്ക് ന്യൂക്ലിയസിനെ ഒന്ന് ഡീപ്പായിട്ട് കാണാം. ആദ്യം വെച്ച് അതൊന്ന് വരച്ചു തരാം, എങ്ങനെയാണ് ന്യൂക്ലിയസിന്റെ സ്ട്രക്ചർ എന്നൊന്ന് നമുക്ക് വരച്ചു നോക്കാം. ഓക്കെ, സോ ഔട്ടർ മോസ്റ്റ് ആയിട്ട് ന്യൂക്ലിയസിന് ഒരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ, ഈ ഔട്ടർ മെംബ്രെയിൻ ആക്ച്വലി എന്ന് പറയുന്നത് നമ്മുടെ ER-ഉമായിട്ട് കണക്റ്റഡ് ആയിരിക്കും കേട്ടോ. ഓക്കെ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്ന ആളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ER എന്ന് പറയുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമായിട്ടായിരിക്കും ഔട്ടർ മെംബ്രെയിൻ കുറച്ചുകൂടെ കണക്റ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, ആൻഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറച്ച് ഫൈൻ പോർസ് കാണാം. ഓക്കെ, ന്യൂക്ലിയർ മെംബ്രെയിൻ്റെ അവിടെ നമുക്ക് എന്ത് കാണാം, ഒരു ഫൈൻ പോർസ് കാണാം കേട്ടോ. അത് ഞാൻ വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ന്യൂക്ലിയസിന്റെ ഉള്ളിലെ മെംബ്രെയിൻ വരയ്ക്കുന്നത്. ഒരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ഒരു ഇന്നർ മെംബ്രെയിൻ ഉണ്ട് കേട്ടോ. ഇതാവും ഞാൻ ഫോക്കസ് ഔട്ട് ചെയ്ത് വരച്ചു തരാം. ദിസ് ഇസ് ദ ഔട്ടർ മെംബ്രെയിൻ. ഓക്കെ, ഇതൊരു ഔട്ടർ മെംബ്രെയിൻ ആണ്. ആൻഡ് നമുക്ക് എന്ത് കാണാം, ഒരു ഇന്നർ മെംബ്രെയിനും കാണാം. ഓക്കെ, ഇന്നർ മെംബ്രെയിനും കൂടെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഓക്കെ, ഔട്ടർ മെംബ്രെയിൻ ആൻഡ് ഇന്റർ മെംബ്രെയിൻ. പിന്നെ നമ്മൾ ന്യൂക്ലിയസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ന്യൂക്ലിയസിനകത്ത് കുറച്ച് പോർസ് കാണാൻ വേണ്ടി പറ്റും. ന്യൂക്ലിയർ പോർ എന്നാ നമ്മൾ പറയാം. ഓക്കെ, ദാറ്റ് ഈസ് നമുക്ക് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് പോവണ്ടേ. ഓക്കെ, സോ അതിന് വേണ്ടി നമുക്ക് എന്ത് വേണം, ന്യൂക്ലിയർ പോർസ് വേണം കേട്ടോ. സോ ന്യൂക്ലിയർ പോർസ് ഒന്ന് നമുക്ക് വരയ്ക്കാം. ഇത് നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ന്യൂക്ലിയർ പോർസ് വരച്ചതിന് ശേഷം ജസ്റ്റ് ജോയിൻ ദം. ഓക്കെ, എന്ത് ചെയ്യുക, ഇവരൊന്ന് ജസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്യുക. സോ ഈ ഗ്യാപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ പോർസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ പോർ. ഓക്കെ, ന്യൂക്ലിയർ പോർസ് എന്നാണ് ആ ഗ്യാപ്പിനെ നമ്മൾ വിളിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ന്യൂക്ലിയർ പോർസ് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയസിൽ നിന്ന് എന്തെങ്കിലും സബ്സ്റ്റൻസസിനെ നമുക്ക് ഇങ്ങോട്ട് പുറത്തേക്ക് സൈറ്റോപ്ലാസത്തിലേക്ക് കൊണ്ടുപോകാനും സൈറ്റോപ്ലാസത്തിലെ സബ്സ്റ്റൻസിനെ നമുക്ക് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാനും വേണ്ടിയിട്ടാണ് അവിടെ നമ്മളൊരു പോർ വെച്ചിട്ടുള്ളത്. ഓക്കെ, ദാറ്റ് ഇസ് അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ന്യൂക്ലിയർ പോർസ് എന്ന് പറയുന്നത് കേട്ടോ. ദാറ്റ് ഇസ് കോൾഡ് ആസ് ന്യൂക്ലിയർ പോർസ്. ഓക്കെ, ഇനി നമ്മൾ ന്യൂക്ലിയസിന്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ സെല്ലിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തുണ്ട്, സൈറ്റോപ്ലാസം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ. സെല്ലിൻ്റെ ഉള്ളിലാണ് ഓർഗനൽസ് കാണുന്നത്. നമ്മൾ മേജർലി പറഞ്ഞ ഒരു മെംബ്രെയിൻ ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിൽ നമുക്ക് ആരെ കാണാം, നമ്മുടെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നമുക്ക് ആരെ കാണാം, ന്യൂക്ലിയോ പ്ലാസം എന്നൊരു സ്ട്രക്ചർ കാണാം. ന്യൂക്ലിയോ പ്ലാസം എന്നൊരു സ്ട്രക്ചർ കാണാം. ഓക്കെ, അവിടെ നമ്മൾ അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ എന്തുള്ളത്, ക്രൊമാറ്റിൻ റെറ്റിക്കുലം നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, സോ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആരെ കാണാം, നമ്മുടെ ക്രൊമാറ്റിൻ റെറ്റിക്കുലത്തിനെ കാണാം കേട്ടോ. ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ DNA സ്ട്രക്ചറിലേക്ക് തന്നെയാണ് പോകുന്നത്. ക്രൊമാറ്റിൻ റെറ്റിക്കുലം ഫ്യൂസ് ചെയ്താലാണ് നമുക്ക് ക്രോമസോംസ് ആയിട്ട് മാറുന്നത്. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ എന്ത് കാണാം, ഒരു ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ കാണാം. ഒരു മിനിറ്റ്. ഓക്കെ, അടിപൊളി.
നമുക്ക് ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, ക്രോമാറ്റിൻ റെറ്റിക്കുലം എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. ക്രോമാറ്റിൻ റെറ്റിക്കുലം. ഓക്കെ, ക്രോമാറ്റിൻ റെറ്റിക്കുലം എന്നാണ് നമ്മൾ ഇവരെ വിളിക്കുക. ഓക്കെ, ഈ ക്രോമാറ്റിൻ റെറ്റിക്കുലം നമ്മളുടെ സെൽ ഡിവിഷന്റെ സമയമാകുമ്പോൾ ഇവരെ നമുക്ക് ക്രോമസോംസ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം നമുക്ക് ഞാനൊന്ന് വരക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ വരക്കാം, നമുക്ക് ഈ ഒരു ക്രോമാറ്റിൻ റെറ്റിക്കുലം എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, സെല്ലിൽ നമ്മുടെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്ന ഈ സ്ട്രക്ചർ ഉണ്ടല്ലോ, ക്രോമാറ്റിൻ റെറ്റിക്കുലം എന്ന് പറയുന്നത്. ഓക്കെ, ക്രോമാറ്റിൻ റെറ്റിക്കുലം. ഓക്കെ, ഈ ക്രോമാറ്റിൻ റെറ്റിക്കുലം എറ്റ് ദ ടൈം ഓഫ് സെൽ ഡിവിഷൻ കേട്ടോ, എറ്റ് ദ ടൈം ഓഫ് സെൽ ഡിവിഷൻ നിങ്ങൾ ആലോചിച്ച് വെക്കണം. അറ്റ് ദ ടൈം ഓഫ് സെൽ ഡിവിഷൻ ഇവർ എന്തായി മാറും, ഇവർ ക്രോമസോംസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഒരു സെല്ലിൽ എത്ര ക്രോമസോംസ് ഉണ്ടാകും, നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. എത്ര ക്രോമസോം ഒരു സെല്ലിൽ ഉണ്ടാകും? ഓക്കെ, സോ അത് നിങ്ങൾ കമന്റ് ചെയ്യണം. ഒരു സെല്ലിൻ്റെ ഉള്ളിൽ എത്ര ക്രോമസോംസ് ഉണ്ടാകും? ഓക്കെ, സോ അത് നിങ്ങൾ കമന്റ് ചെയ്യണം കമന്റ് ബോക്സിൽ. ഓക്കെ, സോ എത്ര സെല്ല് മീനിങ് എത്ര ക്രോമസോംസ് ഉണ്ടാകും എന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, സോ നമ്മൾ പറഞ്ഞത് എന്താണ്, സെൽ ഡിവിഷന്റെ സമയത്താണ് നമുക്ക് എന്തുണ്ടാവുക, ക്രോമാറ്റിൻ റെറ്റിക്കുലം ക്രോമസോം ആവുക. ഓക്കെ, ഈ ക്രോമസോമിന്റെ ഉള്ളിലാണ് ഗൈസ് നമുക്ക് ആരെ കാണാൻ പറ്റുക, DNA കാണാൻ പറ്റുക. ഓക്കെ, അത് വേണമെങ്കിൽ മിസ് ഒന്നും കൂടെ കാണിച്ചു തരാം. എങ്ങനെയാണ് നമ്മുടെ ക്രോമസോമിന്റെ ഉള്ളിൽ DNA കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു സിംഗിൾ ക്രോമസോം ആയിട്ട് ഞാൻ വരക്കാം. ഓക്കെ, ഇതൊരു ക്രോമസോം ആണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, ക്രോമസോം എന്ന് പറയാം. ഓക്കെ, ഈ ക്രോമസോമിനെ നമ്മളൊന്ന് അൺവൈൻഡ് ചെയ്യുക. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ലൂസ് ആയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്തു, അൺവൈൻഡ് ചെയ്തു എന്ന് വിചാരിച്ചു. അങ്ങനെ അൺവൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കാണാൻ പറ്റും, നമ്മളുടെ DNA കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, നമ്മളുടെ ആരെ കാണാം, DNA എന്ന സ്ട്രക്ചറിനെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതിനെ നമ്മളൊന്ന് ഇങ്ങനെ അൺവൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് ആരെ കാണാം, DNA എന്ന സ്ട്രക്ചർ കാണാം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, DNA എന്ന് പറയാം. സോ ഇത്രയും ഭാഗത്തിനെ നമ്മൾ എന്ത് വിളിക്കും, DNA എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? സോ DNA ഉള്ളിലാണ് നമ്മുടെ സ്പെസിഫിക് ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ ജനറ്റിക് ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ജീൻസ് എന്ന ഭാഗങ്ങൾ ഉണ്ടാവാം. ഓക്കെ, സോ ഈ ഒരു ഭാഗത്തിൽ ഇത് ഫുൾ മിസ് വരച്ചത് DNA സ്ട്രക്ചറാണ്. ഈ DNA സ്ട്രക്ചറിൽ ഏതെങ്കിലും ഒരു ഭാഗം ഓക്കെ വിച്ച് ക്യാൻ കോഡ് ഫോർ എനി പ്രോട്ടീൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ കോഡ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ അത് ഐ കളർ ആവാം, അല്ലെങ്കിൽ ഹെയർ കളർ ആവാം, എന്ത് വേണമെങ്കിലും ആവാം, സ്കിൻ കളർ ആവാം, അതിനൊക്കെ കോഡ് ചെയ്യുന്ന ജീൻസ് ആവാം കേട്ടോ. സോ ഏതെങ്കിലും ഒരു കോഡ് ചെയ്യാൻ പറ്റുന്ന റീജൻ ഈ ഇത്രയും ഭാഗം DNA ആ ഒരു ജസ്റ്റ് ആ സെഗ്മെന്റിനെ നമ്മൾ എന്ത് പറയും, ജീൻസ് എന്നാണ് പറയാം. ഓക്കെ, ഇത് മൊത്തത്തിലാണ് മിസ് എന്ത് പറഞ്ഞത്, DNA എന്ന് പറഞ്ഞത്. ക്ലിയർ അല്ലേ? ഇത് മൊത്തത്തിലാണ് നമ്മൾ എന്ത് പറയാ, DNA എന്ന് പറയാം. DNA ചില പോർഷൻസ് ഓക്കെ ഏതെങ്കിലും ഒരു ഇത്രയും പോർഷൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത്രയും പോർഷൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ജീൻസ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഒന്നുമില്ല, സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ നമ്മൾ ന്യൂക്ലിയസിന്റെ സ്ട്രക്ചർ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ന്യൂക്ലിയസിന്റെ സ്ട്രക്ചർ നോക്കിയ സമയത്ത് നമുക്ക് എന്ത് കാണാം, ഒരു ഔട്ടർ മെംബ്രെയിൻ കാണാം. ഓക്കെ, പിന്നെ ഒരു ഇന്നർ മെംബ്രെയിൻ കാണാം. ഇതാണ് നമ്മുടെ ഔട്ടർ മെംബ്രെയിൻ, ഇതാണ് നമ്മുടെ ഇന്നർ മെംബ്രെയിൻ. ഇതിന്റെ ഇടയിൽ നമുക്ക് കുറച്ച് ന്യൂക്ലിയർ പോർസുകൾ കാണാം. സോ വിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സൈറ്റോപ്ലാസത്തിൽ നിന്നുള്ള കണ്ടൻസ് ന്യൂക്ലിയസിലേക്കും ന്യൂക്ലിയസിൽ നിന്നുള്ള കണ്ടൻസ് സൈറ്റോപ്ലാസത്തിലേക്കും നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ എന്ത് കാണാം, ന്യൂക്ലിയോപ്ലാസം എന്നൊരു സ്ട്രക്ചർ കാണാം കേട്ടോ. എന്ത് കാണാൻ വേണ്ടി പറ്റും, ന്യൂക്ലിയോപ്ലാസം എന്നൊരു സ്ട്രക്ചർ കാണാൻ വേണ്ടി പറ്റും. ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് നമുക്ക് എന്ത് കാണാം, ന്യൂക്ലിയോപ്ലാസം. ഈ ബ്ലൂ കളറിൽ നോട്ട് ചെയ്തതാണ് ന്യൂക്ലിയോപ്ലാസം. ഓക്കെ, പിന്നെ നമ്മൾ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ വേറൊരാളെയും കൂടെ കാണാൻ പറ്റും. ഒരു ഡെൻസ് ആയിട്ടുള്ള ഒരു റീജിയൻ നമുക്ക് ഇതിന്റെ ഉള്ളിൽ തന്നെ കാണാൻ വേണ്ടി പറ്റും. ഇതിന്റെ ഉള്ളിൽ തന്നെ ഒരു ഡെൻസ് ആയിട്ടുള്ള ഒരു റീജിയൻ കാണാം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, ന്യൂക്ലിയോലസ് എന്ന് വിളിക്കുന്നത്. എന്താണ്, ന്യൂക്ലിയോലസ് എന്ന് വിളിക്കുക. ഈ ന്യൂക്ലിയോലസ് ആണ് നമുക്ക് റൈബോസോംസിനെ ഉണ്ടാക്കുന്നത്. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കണം. റൈബോസോംസിന്റെ ലാർജ് സബ് യൂണിറ്റും സ്മോൾ സബ് യൂണിറ്റ്സും ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ എവിടെ നിന്നാണ്, നമ്മളുടെ ന്യൂക്ലിയസിലെ ന്യൂക്ലിയോലസ് എന്ന ഡെൻസ് പോർഷനിൽ നിന്നാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. ഓക്കെ അല്ലേ? സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണം. ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ഇന്നർ മെംബ്രെയിൻ ഉണ്ട്, ന്യൂക്ലിയർ പോർ ഉണ്ട്, നമുക്കൊരു ന്യൂക്ലിയോപ്ലാസം കാണാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ആരെ കാണുക, നമ്മുടെ ക്രോമാറ്റിൻ റെറ്റിക്കുലം കാണാൻ വേണ്ടി പറ്റുക. ഈ ക്രോമാറ്റിൻ റെറ്റിക്കുലത്തിൽ ഒരു ഡെൻസ് പോർഷൻ ഉണ്ടാകും, കുറച്ചും കൂടെ ഡെൻസ് ആയിട്ടൊരു പോർഷൻ കാണാം. ഇവരെ നമ്മൾ ന്യൂക്ലിയോലസ് എന്നാണ് വിളിക്കുക. അവിടെ നിന്നാണ് നമുക്ക് റൈബോസോം ഉണ്ടാകുന്നത്. ക്ലിയർ അല്ലേ? ഈ ക്രോമാറ്റിൻ റെറ്റിക്കുലം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആള് സെൽ ഡിവിഷന്റെ സമയത്താണ് നമുക്ക് ക്രോമസോംസ് ആയിട്ട് മാറുക. ഓക്കെ, സോ സെൽ ഡിവിഷൻസിന്റെ സമയത്ത് അവരെന്താവും, ക്രോമസോംസ് ആവും. ഓക്കെ, ഈ ക്രോമസോമിനെ നമ്മളൊന്ന് അൺവൈൻഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ആരെ കാണാൻ പറ്റും, നമ്മുടെ DNA കാണാൻ പറ്റും. ഓക്കെ, ഈ DNA സ്പെസിഫിക് പോർഷൻസ് നമുക്ക് കോഡ് ചെയ്യാൻ പറ്റുന്ന റീജിയൻസ് ആയിരിക്കും. ഈ കോഡ് ചെയ്യാൻ പറ്റുന്ന റീജിയൻസ് അല്ലെങ്കിൽ എന്താണ് ലൈക്ക് ഏതെങ്കിലും പ്രോട്ടീൻ എക്സ്പ്രസ് ചെയ്യാനും ഏതെങ്കിലും ക്യാരക്ടേഴ്സിനൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന റീജിയൻസ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ ജീൻസ് എന്ന് പറയാം. സോ ആ ഒരു ജനറ്റിക് മെറ്റീരിയൽ ഇൻഫർമേഷൻ ഒക്കെ സ്റ്റോർ ചെയ്തിട്ടുള്ളത് നമ്മളുടെ ന്യൂക്ലിയസിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സോ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ആൻഡ് താങ്ക് യു.